ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഏറ്റവും അനുഗ്രഹീതമായ പരിശുദ്ധ കുർബാന അർപ്പണം നമ്മൾ ഒരുമിച്ച് നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. തണൽ എന്നാണ് ഈ പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത്. തണൽ എന്ന വാക്കിന് രണ്ട് അർത്ഥത്തെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നിങ്ങളിപ്പോൾ ഒരു തണലിലാണ് ആയിരിക്കുന്നത്. അല്പം വിശ്രമിക്കുന്നവരിടമാണ് തണൽ ഒരർത്ഥത്തിൽ. അല്പം ഒരു തണലിൽ ഇരുന്നുകൊണ്ട് ജീവിതത്തിന്റെ വിശ്രമകാലത്ത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതിനേക്കാൾ മനോഹരമായ ഒരു അർത്ഥമുള്ളത് നിങ്ങളാണ് തണൽ എന്നതാണ്. നിങ്ങളൊരു തണലിടം ഒരുക്കുന്ന തണൽ മരമാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ആ ഒരു ചിന്തയുടെയൊക്കെ വെളിച്ചത്തിൽ 2-3 തലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മയെ കാണാൻ പറ്റും. ഒന്ന്, ഭൂതകാലത്തേക്കൊന്ന് മടങ്ങുക, ഒന്ന് തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇന്നലകളെ കുറിച്ച് ഓർക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെയൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ആദ്യം വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച നാളുകൾ, വിവാഹത്തിന്റെ നല്ല ആലോചനകൾ വന്ന നാളുകൾ, ഒരുപക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ പോലെ നേരിട്ട് കണ്ടുമുട്ടി അങ്ങ് പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന രീതിയൊന്നും ഇല്ലായിരുന്നു. നല്ലതൊന്നും ഒറ്റപ്പെട്ടി ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ കാര്യത്തിൽ. എന്നാലും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രേമവിവാഹങ്ങളൊക്കെ അല്പം മോശമായിട്ട് കണ്ടിരുന്ന ഒരു കാലത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ. അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ ആലോചിച്ച് നടത്തിയ കല്യാണങ്ങളാവും നിങ്ങളിൽ നല്ല പങ്ക്, അല്ലെ? മാതാപിതാക്കളൊക്കെ ആലോചിച്ച് നടത്തിയ കല്യാണങ്ങളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ചില മുതിർന്ന ദമ്പതികളൊക്കെ പറയുന്നത്, ഞങ്ങൾ നേരിട്ടൊന്ന് കണ്ടിട്ട് പോലുമില്ല അന്ന് കല്യാണത്തിന് മുൻപ്. കല്യാണത്തിനൊക്കെ വന്ന് ഒത്തുകല്യാണത്തിനൊക്കെ വന്നപ്പോഴാണ് ഇതാ നമ്മുടെ കക്ഷി എന്നൊക്കെ കാണുന്നത് പോലും. മാതാപിതാക്കളൊക്കെ ആലോചിച്ചു, ഞങ്ങൾക്കത് സമ്മതമായിരുന്നു, ഞങ്ങളത് സമ്മതിച്ചു, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ കല്യാണം നടന്നത്. ഒരു പരിക്കും പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കുന്നു. ഇന്നത്തേതുപോലെ ഒരുമിച്ച് സംസാരിച്ചും ഒരുമിച്ച് പങ്കിട്ടും എങ്ങനെയുണ്ടെന്നൊക്കെ ചിന്തിച്ചു ആലോചിച്ചു അങ്ങനെയൊക്കെയുള്ള കല്യാണങ്ങളെക്കാൾ കൂടുതൽ ഭദ്രമായിട്ടും കൂടുതൽ സ്നേഹനിർഭരമായിട്ടും കൂടുതൽ ഫലപ്രദമായിട്ടും ജീവിക്കുന്ന നിങ്ങളുടെ തലമുറയിലെ വിവാഹത്തിന്റെ നല്ല സ്വപ്നങ്ങൾ എത്രയോ വിലപ്പെട്ടതാണ്. കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് കണ്ടുമറിഞ്ഞ് പങ്കുവെച്ചുമൊക്കെ ചെയ്യുന്നതിനേക്കാളും മഹത്തരമായിട്ട് ദൈവം നിങ്ങളെ യോജിപ്പിച്ചത് കൊണ്ട് ഇന്നും വളരെ മനോഹരമായിട്ട് ഈ 50 ആണ്ടുകൾ വിവാഹ ജീവിതത്തിൽ പിന്നിട്ട് നിങ്ങൾ മുൻപോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് സത്വാർത്ഥ. ഞാൻ നിങ്ങളെ അതുകൊണ്ട് തന്നെ അഭിനന്ദിക്കുക. ഓർക്കൂ, നിങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യത്തെ ആ കണ്ടുമുട്ടിയ സമയം, വിവാഹത്തിന്റെ തിരുക്കർമ്മങ്ങൾ പള്ളിയിൽ നടന്ന ആ വേള, ഒരുപിടി സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, കുറച്ചേറെ ആശങ്കകളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ എത്രയോ നല്ലൊരു ഉത്തരമാണ് ദൈവത്തിന്റെ സാന്നിധ്യം കൗതാശികമായിട്ട് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത്. ഒത്തിരിയേറെ ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നു. കഷ്ടപ്പാടുകളും കണ്ണീരും എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരുപാട് വിയർപ്പ് ചിന്തിയിട്ടുണ്ട്, ചോര ചിന്തിയിട്ടുണ്ട് ജീവിതത്തിൽ. അതെല്ലാം അനുഗ്രഹമായി മാറി ഇപ്പോൾ നിങ്ങളൊരു തണൽമരമായി മാറിയിരിക്കും. അപ്പൊ ഇങ്ങനെയൊരു തണൽമരമായിട്ട് നിങ്ങൾ ഇന്ന് കുടുംബത്തിലും നാട്ടിലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിലുള്ള നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ നല്ല പാഠങ്ങൾ, ആ കഠിനാധ്വാനത്തെ എല്ലാം അനുഗ്രഹിച്ച് ഫലപ്രദമാക്കിയ ദൈവത്തിന്റെ അനുഗ്രഹീതമായ കരം, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഓർത്തെടുത്ത് നന്ദി പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അതൊരു പരിശുദ്ധ കുർബാനയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മുഴുവനും പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നന്ദി പറയാനുള്ളതായിരിക്കണം എന്നും എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നമ്മളിത് തണൽവൃക്ഷമായി മാറിയെങ്കിൽ, തണലൊരുക്കുന്ന തണലിടമായി മാറിയെങ്കിൽ അതിനെല്ലാം പിറകില് ദൈവം നിങ്ങളെ കൈപിടിച്ച് നയിച്ചു എന്നുള്ള സത്യം ഒന്നുകൂടി സ്നേഹത്തോടെ ഓർത്തെടുക്കാനായിട്ട് ഈ ഒത്തുചേരൽ സഹായിക്കണം. ദൈവത്തിന്റെ കൃപയില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇന്നായിരിക്കുന്നത് പോലെ ആകുമായിരുന്നോ? ഒരിക്കലും ആവില്ലല്ലേ? ദൈവത്തിന്റെ കൃപയാണ് നിങ്ങളെ നയിച്ചത്. അതിനോട് നിങ്ങൾ സഹകരിച്ചു. ദൈവകൃപയോട് സഹകരിച്ചത് കൊണ്ട് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പൊ ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. ഒപ്പം നമുക്ക് നന്ദി പറയാനായിട്ട് മറ്റു വ്യക്തികളുമുണ്ട്. അന്നൊക്കെ നമുക്ക് കൂടെ നിന്ന് നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്. ഇവരൊക്കെ ദൈവസന്നിധിയിലേക്ക് ഒരുപക്ഷെ പണ്ടേ പോയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യര് നമുക്ക് നമ്മുടെ കൂടെ താങ്ങും തണലുമായിട്ട് നിന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് നന്ദി പറയാം.
മരിച്ച മാതാപിതാക്കളെ, സ്വർഗത്തിലേക്ക് യാത്രയായവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നന്ദി പറയാനും ഒക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ നന്ദിയുടെ പ്രകരണമായിട്ട്, നന്ദി പ്രകാശനത്തിന്റെ ഒരു ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം മാറണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ചുറ്റുപാടും നോക്കുക. പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഇങ്ങനെ നന്ദി പറയാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താനും നന്ദി പറയാനും ഒത്തിരി ഉള്ളത്. ഇനി നമ്മളൊന്ന് ചുറ്റുപാടും നോക്കുക, വർത്തമാനകാല വിശേഷങ്ങളിലേക്ക്. എന്താ നമ്മുടെ വർത്തമാനകാല വിശേഷം? നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം, അതാണ് നമ്മുടെ വർത്തമാനകാല വിശേഷം. ഈ വർത്തമാനകാല വിശേഷത്തിൽ നിങ്ങൾക്ക് പലതരം അനുഭവങ്ങൾ കണ്ടേക്കാം. നിങ്ങൾ ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ കണ്ടേക്കാം. പണ്ടത്തെ പോലെ കൂട്ടുകുടുംബങ്ങളുടെ കൂട്ടായ്മയൊക്കെ കുറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. കൊച്ചുമക്കളും മക്കളും ഒക്കെ വിദേശത്തായിരിക്കുന്ന മാതാപിതാക്കൾ കാണൂല്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ദമ്പതികൾ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? വീട്ടിൽ ഒറ്റയ്ക്ക്, ഇപ്പോൾ മക്കളൊക്കെ വിദേശത്തായിരിക്കാം, അങ്ങനെ ഒറ്റയ്ക്കുള്ളവരെന്ന് കൈപൊക്കാവോ? ഒറ്റയ്ക്ക് അവിടെ കിടക്കുന്നു കണ്ടോ? ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്ര പേരുണ്ടെന്ന് ഇന്ന് കൈപൊക്കിക്ക്. ഇത്രയും പേര് ഒറ്റയ്ക്ക് സന്തോഷമായിട്ട് വീട്ടിൽ താമസിക്കുകയാണ്. മക്കളൊക്കെ വിദേശത്തായിരിക്കും, കൊച്ചുമക്കളൊക്കെ അവരുടെ മക്കളും അവരുടെ പാരൻസിന്റെ കൂടെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. പക്ഷെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ കൂട്ടായ്മ നൽകുന്ന വലിയൊരു സന്ദേശം. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം നൽകി നിങ്ങളെ പരിപാലിച്ച് മക്കളെയും കൊച്ചുമക്കളെയും നൽകി നിങ്ങളെ അനുഗ്രഹിച്ച നല്ല തമ്പുരാൻ, നല്ല ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ പരസ്പരം നല്ല ബന്ധത്തിലും സ്നേഹത്തിലും ആയിരിക്കാൻ ദൈവം അനുവദിച്ചു, അല്ലേ? 50 ആണ്ടുകൾ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമൊന്നും എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. വിവാഹം കഴിഞ്ഞിട്ട് 50 ആണ്ടുകൾ, 5 പതിറ്റാണ്ടുകൾ, ഒരു സുവർണ ജൂബിലി കാലം വരെ ഒരുമിച്ചായിരിക്കാനായിട്ട് കിട്ടുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ചില്ലറ സൗന്ദര്യപ്പെടുന്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുക, അത് സ്വാഭാവികം. അതൊക്കെ വേണം, അല്ലെങ്കിൽ ഇതിന് ശരിയാകുക. കുടുംബമാണ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൗന്ദര്യപ്പിണക്കമൊക്കെ വേണം. അങ്ങനെ പിണക്കമൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ സ്നേഹം കൂടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ചില്ലറ പിണക്കങ്ങളും എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് നല്ല നിറക്കൂട്ടുള്ള ഒരു നല്ല ജീവിതം ഇപ്പോഴുണ്ട്. ആ നിറക്കൂട്ടുള്ള നല്ല ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട്, സഭ നിങ്ങളുടെ കൂടെയുണ്ട്, രൂപത നിങ്ങളുടെ കൂടെയുണ്ട്. അതാണ് ഈ വർത്തമാനകാല വിശേഷം. ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക്. ഇനി അതല്ലാതെ ഒറ്റയ്ക്കല്ലാതെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ ജീവിക്കുന്ന അങ്ങനെയുള്ളവരെന്ന് കൈവെക്കാവോ? നിങ്ങളുടെ കൂടെ മക്കളും ഉണ്ട്, കൊച്ചുമക്കളും ഉണ്ട്. അതും ഏതാണ്ട് അത്രയൊക്കെ ഒരു നമ്പറുണ്ട്. സകലം കൂടെ കൂടെ ഉണ്ട്. അതൊരു സന്തോഷമാണ്. മക്കളും കൊച്ചുമക്കളും കൂടെ കൂടെയുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ ഒരു കുടുംബത്തിന്റെ വിശാലതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അവിടെ നിങ്ങൾ ഈ വർത്തമാനകാലത്ത് അവർക്ക് തണൽ ഒരുക്കിക്കൊണ്ട് അവിടെ ആയിരിക്കുകയാണ്. നിങ്ങൾ ആ കുടുംബത്തിന്റെ തണലാണ്. അവരെ നിങ്ങളാകുന്ന തണലിൽ നിങ്ങൾ വളർത്തിയെടുത്തു, പഠിപ്പിച്ചു, മിടുക്കരാക്കി, ജോലിയൊക്കെ കിട്ടിയവർക്ക് അവർക്കൊരു കല്യാണം ആലോചിച്ചു, കല്യാണം വന്നു, അവർക്ക് മക്കളും ഉണ്ടായി. അപ്പൊ മക്കളും മക്കളുമായിട്ട് ഇങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് വേറൊരു സവിശേഷമായ ആനന്ദത്തിന്റെ അനുഭവമാണ്. അവിടെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ. മക്കളുമായിട്ട് ജീവിക്കുന്ന സന്തോഷത്തിന്റെ നല്ല അനുഭവങ്ങൾ. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഈ വർത്തമാനകാലവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ ഇന്നലകളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ, ഞങ്ങളൊന്നും പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഇപ്പോഴൊന്നും ശരിയല്ല എന്നൊക്കെ തോന്നും മനസ്സിൽ. ഇപ്പോഴത്തെ ഈ മക്കളൊന്നും അത്ര ശരിയല്ല. ഞങ്ങളുടെ മക്കളൊക്കെ പിന്നെയും ഭേദമായിരുന്നു. ഈ കൊച്ചുമക്കളെന്ന് പറഞ്ഞ തലതെറിച്ച സാധനങ്ങളല്ല. ഇതിൻ്റെയൊക്കെ ഒരു ഓട്ടവും നടപ്പും വർത്തമാനവും ഇതൊരു വികൃതി അലമ്പുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ അങ്ങനെ തോന്നരുത്. അവര് ഈ കാലത്തിന്റെ മക്കളാണ്. ഈ തലമുറകളുടെ വിടവെന്ന് പറയുന്ന ഒരു വിടവ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ കാലത്ത് കുറച്ച് കൂടുതലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഇന്റർനെറ്റ് യുഗത്തിന്റെയും ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വലിയ ഒരു കുതിച്ചുകയറ്റത്തിന്റെ ഒക്കെ നാട്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളെന്ന് പറയുന്നത് ഒരു 10-15 വർഷം കൊണ്ടുണ്ടായ ഒരു വലിയ മാറ്റം, ഒരു കുതിച്ചുചാട്ടമായിരുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുണ്ടായ വലിയ കുതിച്ചുചാട്ടം, അതൊക്കെ ഈ വിടവ് വല്ലാതെ വർദ്ധിപ്പിക്കാനിടയായി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിച്ച് വളരുന്നവരാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവരുടെ സാഹചര്യങ്ങളും അവർ മനസ്സിലാക്കുന്ന വിധമൊക്കെ. അപ്പൊ നമ്മൾ വലിയൊരു മാർജിൻ എടുക്കണം. അവിടെ നമ്മൾ ജീവിച്ച പോലെയും ആ കാലത്തെയും പോലെയും അവരെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതല്ല അതിന്റെ ശരി. അവര് തീർച്ചയായിട്ടും വിശ്വാസത്തിലും ധാർമ്മികതയിലും വളർന്നു വരണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അവരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മളിൽ നിന്നും നമ്മുടെ കഴിഞ്ഞ ചെറുപ്പകാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്.
അതുകൊണ്ട് അവരായിരിക്കുന്ന അവസ്ഥയിൽ കാണാനും കരുതാനും നിങ്ങൾക്ക് സാധിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ഒരു വല്യപ്പന്റെയും വല്യപ്പയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്നേഹിച്ച് ചേർത്ത് പിടിക്കണം. അതാണ് വർത്തമാനകാലത്ത് നിങ്ങൾ ഒരുക്കുന്ന തണലിന്റെ സ്വഭാവം. ഒരു വല്യപ്പന്റെയും വല്യപ്പയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം. അവർക്ക് ഒന്ന് ഓടി അണയാനുള്ള ഒരു മടിത്തട്ടായിട്ടും ഒരു കൈത്താങ്ങായിട്ടും നിങ്ങൾ മാറണം എന്നുള്ളതാണ് സത്യം. അങ്ങനെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷണം കൊടുക്കാൻ അവരുടെ മാതാപിതാക്കളുണ്ട്. ഒപ്പം നിങ്ങൾക്കും അത് സാധിക്കും. അവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ശിക്ഷണം കൊടുക്കാനും തിരുത്താനും നമ്മൾ തയ്യാറാണ്. എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നവും ഇപ്പോഴുണ്ട്. കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന എല്ലാ ഡിമാൻഡുകളും അതേപടി ചെയ്തു കൊടുത്ത് അവരെ വഷളാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ടാവാം, അമിതമായ ഒരു ഇഷ്ടത്തിന്റെ സ്വഭാവമാണത്. അത് പലപ്പോഴും അവരുടെ ഫോർമേഷനെയൊക്കെ ബാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കുഞ്ഞുങ്ങളെ തിരുത്തേണ്ടത് പോലെ തിരുത്തുക, സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിക്കുക, പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയൊക്കെ അവരെ പരിശീലിപ്പിക്കാനായിട്ട് ഒരു പരിധിവരെ നിങ്ങൾ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും പറ്റും എന്നുള്ളതാണ് സത്യം. ഒരു പരിധിവരെ പറ്റുള്ളൂ. ഒരു പരിധി കൂടുതൽ നമ്മൾ ഇടപെട്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി സ്നേഹത്തിന്റെ തണലൊരുക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു കരുതലിന്റെ സാന്നിധ്യമായിട്ട് കൂടെ നിൽക്കുകയാണ് നല്ലത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല അനുഗ്രഹ സാന്നിധ്യമായിട്ട് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന പരിസരത്തായിരിക്കും. ഇനി മക്കളൊക്കെ വിദേശത്തൊക്കെ ആണെങ്കിലും ആ ബന്ധം നമുക്കുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമായിട്ട് മാറാനായിട്ട് കഴിയണം. ഇതാണ് ഇതിന്റെ രണ്ടാം ഭാഗം. ചുറ്റുപാടും പിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന വർത്തമാനകാലത്തെ നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങൾ. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മുൻപോട്ട് നോക്കണം. നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോവുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 65 വയസ്സിൽ കൂടുതലുള്ളവരായിരിക്കും എല്ലാവരും, അല്ലേ? സ്വാഭാവികമായിട്ടും 65, 70 കടന്നവർ എത്ര പേരുണ്ട്? കൈവെക്കാം. 70 കടന്നവർ കൈവെക്കുക. 70 കടന്നവരാണ് 95% ആളുകളും 70 കടന്നവരാണ്. 70 താഴെയുള്ളവരെന്ന് കൈവെക്കുക. 70 താഴെ പ്രായമുള്ളവർ, കുറച്ച് പേര് 70 താഴെ പ്രായമുള്ളവരുണ്ട്. 60 താഴെ ചോദിക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് 70 താഴെ പ്രായമുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ 70 കടന്നവരാണ്. ഇനിയിപ്പോ നിങ്ങളുടെ ഒരു വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മളിതിനെ സന്തോഷത്തോടെ അംഗീകരിക്കണം. എന്താ പിതാവേ, ഞങ്ങൾ വൃദ്ധരാണെന്നോ ഞങ്ങളങ്ങനൊന്നും അല്ല എന്ന് ചിന്തിക്കണ്ട. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താണെന്ന് നമ്മളെ അംഗീകരിക്കാൻ സാധിക്കണം. ഈ ഇരിക്കുന്ന സിസ്റ്റർ ഒരു സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ സിസ്റ്റർ ആനിമരിയയുടെ പേരൻസ് ഇന്ത്യ ഒന്ന് കൈപ്പൊട്ടിക്ക്. സിസ്റ്റർ ആനിമരിയയുടെ പേരൻസ് ഒടിപ്പുണ്ട്. സിസ്റ്റർ ആനിമരിയ ക്ലിനിക്കൽ സൈക്കോളജി ഡോക്ടറേറ്റുള്ള ആളാണ്. നല്ലൊരു സൈക്കോളജിസ്റ്റ് ആണ്. സിസ്റ്ററിനെ കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ യോഗ്യതയുള്ള ആളാണ്. അന്ന് സംസാരിക്കാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നീട് ക്ലാസ്സൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന ആളാണ്. ഒത്തിരി പേര് കൗൺസിലിംഗ് കൊടുക്കുന്ന. അപ്പൊ തീർച്ചയായിട്ടും നമ്മളായിരിക്കുന്ന ഒരു ഓൾഡ് ഏജിന്റെ ഒരു ക്രൈസിസ് ഉണ്ട്. മിഡ് ലൈഫ് ക്രൈസിസ് ഉണ്ട്, ഓൾഡ് ഏജ് ക്രൈസിസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യാനായിട്ട് കൂടെ നമ്മൾ പഠിക്കണം. ക്രൈസിസ് മാനേജ്മെന്റ്, ഒരു ഓൾഡ് ഏജിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത്. നമ്മൾ വൃദ്ധരാകുന്നു, എന്നാൽ നമ്മൾ വൃദ്ധരായോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല എന്ന് പറയാനാണ് നമുക്ക് പൊതുവെ ഇഷ്ടം. പക്ഷെ നമ്മൾ അത്യാവശ്യം 70 കഴിഞ്ഞു അല്ലെ 70 അടുത്തു എന്ന് പറയാനായിട്ട് മടിക്കേണ്ട കാര്യമില്ല. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ തന്നെ അംഗീകരിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴാണ് അതുകൊണ്ട് കരുത്ത് കിട്ടുന്നു. അല്ലെങ്കിൽ ഒരു ക്രൈസിസ് അവിടെ ഉണ്ടാകും, ഒരു ഫ്രിക്ഷൻ ആയിരിക്കും എപ്പോഴും. അപ്പൊ നമ്മൾ എന്തായിരിക്കുന്നുവോ ആ ഏജിനെ നമ്മൾ അംഗീകരിക്കണം, ആദരവോടുകൂടി അംഗീകരിക്കണം. ഏജിങ് ഗ്രേസ്ഫുള്ളി എന്നൊക്കെ പറയുന്നതാണ്. ഏജിങ് ഗ്രേസ്ഫുള്ളി, വളരെ അനുഗ്രഹീതമായിട്ട് വാർദ്ധക്യത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമായി മാറണം. വാർദ്ധക്യം എന്നൊക്കെ പറയുന്നതും കഷണ്ടി, ഇതൊക്കെ പക്വതയുടെ ലക്ഷണങ്ങളാണ്. ഞാനതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടു പോകാം. അപ്പൊ അതുകൊണ്ട് ഈ കഷണ്ടിയും നരയൊക്കെ ഉണ്ടല്ലോ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ നല്ല പക്വതയുടെയും പാകതയുടെയും ലക്ഷണങ്ങളായിട്ടാണ് പൊതുസമൂഹം കാണുന്നത്. ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയാണ് വയ്പ്. അതുകൊണ്ട് അതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു പരിധിവരെ അതൊക്കെ സത്യമാണ്. നമുക്ക് ഈ പ്രായം കൊണ്ടുണ്ടാകുന്ന ഒരു പക്വതയുണ്ട്, അനുഭവജ്ഞാനം കൊണ്ടുള്ള പക്വതയുണ്ട്. അപ്പൊ അനുഭവജ്ഞാനത്തിന്റെയും പ്രായത്തിന്റെയും പക്വത സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല ജീവിതം, നിങ്ങളുടെ വിശ്വാസ ജീവിതം, നിങ്ങളുടെ ധാർമ്മികത, അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സുവിശേഷാത്മകമായ ഒരു പക്വതയുണ്ട്. ആ പക്വതയിലാണ് നിങ്ങളൊക്കെ ഇപ്പോഴായിരിക്കുന്നത് എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് ഈ ഏജിങ്ങിന്റെ പ്രോബ്ലത്തെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ ഏജിങ്ങിനോടൊപ്പം തന്നെ അല്പം വേദനയും ബുദ്ധിമുട്ടുകളും
കാലിന് വേദന, കൈക്ക് വേദന, പെടലി വേദന, നടുവിന് വേദന, ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പായിട്ടൊക്കെ കൂടെ കാണും. അപ്പൊ അതുങ്ങളൊന്നും നമ്മൾ വിഷമിക്കുകയും പേടിക്കുകയൊന്നും വേണ്ട. സ്വാഭാവികമായിട്ടും അതുങ്ങളൊക്കെ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാകും. പ്രായമാകുമ്പോൾ അവരൊക്കെ നമുക്ക് അനുഗ്രഹം ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഈ വേദനകളൊക്കെ പുണ്യത്തിന്റെ മാറാപ്പുകളാണ്. പുണ്യത്തെ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി ഒരു മാറാപ്പിനകത്ത്, ഒരു സഞ്ചിക്കകത്ത് തരികയാണെങ്കിൽ അതിന്റെ പേരാണ് വേദന എന്നൊക്കെ പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് പുണ്യമാണോ അതോ അത് ഉപകാരശൂന്യമാണോ എന്നൊക്കെ. ഈ വേദനകളും സഹനങ്ങളും ഒക്കെ ചിലപ്പോൾ ശാരീരിക വേദനകളായിരിക്കില്ല, മാനസിക വേദനകളും കണ്ടെന്നിരിക്കും. മക്കളൊന്നും ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് വന്നിട്ടില്ല, ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും എത്തിയില്ല, അവരെയൊക്കെ എത്തിക്കാൻ ആഗ്രഹിച്ച നിലയിലേക്ക് അവരെത്തിയില്ല. കുറച്ച് ഉഴപ്പന്മാരൊക്കെ ആയിപ്പോയി ചിലരൊക്കെ. അല്ലെങ്കിൽ മക്കൾ ഇവിടെ ഇല്ല, വിദേശത്തായിപ്പോയി, ഞങ്ങൾക്ക് കാണാൻ ഇപ്പോഴും പറ്റുന്നില്ല. ഇപ്പൊ വിദേശത്താണെങ്കിൽ നമുക്ക് വാട്സപ്പിലൂടെ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റും, എന്നാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞങ്ങളെ അടുത്തില്ല. അങ്ങനെയുള്ള മാനസിക വേദനകളും സംഘർഷങ്ങളും ഉള്ള മാതാപിതാക്കളും ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പം ശാരീരികമാകാം, മാനസികമാകാം വേദനകൾ. അപ്പൊ അത്തരം വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പുണ്യം നിറയ്ക്കുന്ന അനുഭവങ്ങളായിട്ട് സ്വീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. നമുക്കൊക്കെ നിത്യതയിലേക്കുള്ള യാത്രയിൽ കടന്നു പോകേണ്ടവരാ ഞാനും നിങ്ങളുമല്ല. ഈ ഭൂമിയിലെ നിത്യകൂടാരങ്ങൾ കെട്ടി ജീവിക്കാമെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ. ഇവിടുത്തെ ജീവിതം എത്രയുണ്ട്? 90, 100, 110 എത്രയായിക്കോട്ടെ, അതൊക്കെ താൽക്കാലികങ്ങളാണ്. ഈ താൽക്കാലിക കൂടാരങ്ങളിൽ നമുക്ക് എന്നും ജീവിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, എന്നും ജീവിക്കാൻ പാടില്ല. എത്രയോ മനോഹരമായ ഒന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരുക്കി കാത്തിരിപ്പുണ്ട്. അപ്പൊ ആ സ്വർഗത്തിന്റെ മഹത്വം പ്രാപിക്കുവാൻ വേണ്ടി ഇവിടെ നമ്മൾ ഒരുങ്ങേണ്ട നാളുകളാണ്. നമ്മുടെ സഹനങ്ങളും വേദനകളും ഒക്കെ സ്വർഗത്തിന്റെ സുഹൃതങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കണം, ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ തന്നെ ഒരുക്കണം. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലം കൂടുതൽ കൂടുതൽ സ്വർഗത്തിന് വേണ്ടി സമ്മാനിക്കാനുള്ള ഒരുക്കത്തിന്റെ അനുഭവമായിട്ട് കൂടി മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇനിയിപ്പം മരിക്കുന്നവർ പ്രായമായവരൊന്നും അല്ല, ചെറുപ്പക്കാരൊക്കെ ധാരാളം പേര് മരിക്കുന്നുണ്ട്. നിൽക്കുന്നതൊക്കെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുന്ന എന്തേലും പേരുണ്ട് അല്ലേ. അതുകൊണ്ട് പ്രായം ഒരു വിഷയമൊന്നും അല്ലെങ്കിലും സ്വാഭാവികമായിട്ട് പ്രായം കൂടുന്തോറും നമ്മൾ കുറച്ചുകൂടി നമ്മുടെ അന്ത്യദിനത്തോട് അടുക്കുകയാണെന്നുള്ള ഒരു സത്യം നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യമുള്ളവരാ. നിങ്ങൾക്ക് ഇനി ഒരുങ്ങാൻ സമയം ദൈവം തന്നിരിക്കുകയാണ്. സ്വർഗത്തിന് വേണ്ടി സമ്പാദിക്കാൻ, സുഹൃതങ്ങൾ നേടാൻ, കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ നന്മ ചെയ്യാൻ, എല്ലാവർക്കും നല്ലത് മാത്രം പറഞ്ഞ് പങ്കുവെച്ചു കൊടുക്കാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, അങ്ങനെയൊക്കെ കൂടുതൽ കൂടുതൽ പുണ്യത്തിൽ വളരാൻ വേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കുന്ന വിലപ്പെട്ട നാളുകളും വർഷങ്ങളുമാണ് നിങ്ങൾക്കിപ്പോൾ കൈപ്പിടിയിലുള്ളത്. അതുകൊണ്ട് അത് ഭാഗ്യപ്പെട്ട സമയമാണ്. പല ആളുകൾ അങ്ങനെ പറയാറുണ്ട്, ഇനിയുള്ള നാളുകളൊക്കെ കൂടുതൽ നന്മയിൽ വളരാനുള്ള നാളുകളാണ്, ഇതെല്ലാം ബോണസായിട്ട് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറയുന്ന ചില മാതാപിതാക്കളുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ സ്നേഹത്തോടെ നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് സുഹൃതത്തിൽ വളരാൻ പറ്റണം. നിങ്ങൾക്ക് കുറെയെല്ലാം വിശ്രമിക്കാനുള്ള സമയം കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോഴും അധ്വാനിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. വിശ്രമിക്കാനും അങ്ങനെ ഒരു സമയം മാറ്റിവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലെങ്കിലും നമ്മുടെ ചെറുപ്പകാലത്തെ കഠിനാധ്വാനമൊക്കെ ഒന്ന് കുറയ്ക്കുന്നതല്ലോ. അത്രയും കഠിനാധ്വാനം ഇനി ആവശ്യമില്ലായിരിക്കും. കുറച്ചൊക്കെ നിങ്ങൾ വിശ്രമിക്കുകയും വേണം. ഇത് വിശ്രമിക്കാനുള്ള സമയം കൂടിയാണ്. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് വേർപ്പ് ചിന്തിയവരാണ്, കുടുംബത്തിന് വേണ്ടി എല്ലാം പുറകെ പണിതവരാണ്, ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, നാടിന് വേണ്ടിയിട്ടൊക്കെ പല നിലകളിലും ആയിരുന്നവരാണ്. നിങ്ങളിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർ കാണും, റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ കാണും, നല്ല കൃഷിക്കാര്, കഠിനാധ്വാനം ചെയ്ത് നാടിനെ ഹരിതാഭമാക്കിയ ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പൊ ഒത്തിരി കഷ്ടപ്പെട്ട നിങ്ങൾ കുറച്ച് വിശ്രമിക്കാൻ കൂടി സമയം മാറ്റി വെക്കണം. അങ്ങനെ വിശ്രമിക്കുന്നില്ലെങ്കിൽ അങ്ങ് അവസാന ശ്വാസം വരെ ഞാൻ ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൗതികമായ രീതിയിലെന്ന് മാത്രം പറയരുത്. ഭൗതിക സമ്പാദ്യങ്ങളൊക്കെ കുറച്ചുകൂടെ കുറച്ചിട്ട് സ്വർഗീയ സമ്പാദ്യങ്ങൾ കൂട്ടാനുള്ള സമയം കൂടിയാണിത്. അതുകൊണ്ട് ഇനി കുറച്ച് വിശ്രമിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. പറ്റുന്നത്രയും ദിവസം കുർബാനയിൽ പങ്കെടുക്കണം, അടുക്കളയൊക്കെ കുമ്പസാരിക്കണം, കൂദാശകൾ സ്വീകരിക്കണം. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഇനി നിങ്ങൾ അവരെ വളർത്തേണ്ടത്, അവരെ അനുഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് നമ്മൾ മാറണം. നിത്യതയിലേക്ക് മുൻപോട്ട് നോക്കി ജീവിക്കേണ്ടവരായി. നമ്മളെല്ലാവരും നിത്യതയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ചും ഇനി മുൻപോട്ട് നോക്കി ജീവിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ അനുഗ്രഹമായി മാറാൻ കഴിയണം. അബ്രാഹത്തെ കുറിച്ച് പറയുന്നത് അബ്രാഹം അനുഗ്രഹത്തിന്റെ പിതാവാണ് എന്നാണ്. സാറ അനുഗ്രഹത്തിന്റെ മാതാവാണ്.
നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് മാതാവിന്റെ പെരുന്നാൾ നമ്മൾ ഇന്നലെയാണ് ആഘോഷിച്ചത് അല്ലെ. മാതാവ് അനുഗ്രഹത്തിന്റെ അമ്മയാണ്. അപ്പൊ അനുഗ്രഹത്തിന്റെ പിതാവും അനുഗ്രഹത്തിന്റെ അമ്മയും ഒക്കെ ആയിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. യോസേപ്പ് പിതാവിനെ പോലെയും മാതാവിനെ പോലെയും അനുഗ്രഹത്തിന്റെ സാന്നിധ്യങ്ങളായിട്ട് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. എല്ലാവരെയും അനുഗ്രഹിക്കുക, ആരോടും വെറുപ്പും വിരോധവും ഒന്നും കാണരുത്. ചിലപ്പോൾ ചില മാതാപിതാക്കൾക്ക് മക്കളോട് തിരിച്ചു വ്യത്യാസങ്ങളും അല്പം ചേരിതിരിവുകളും ഒക്കെ ഉള്ളവർ കണ്ടേക്കാം. നിങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഞാൻ കരുതുകയാണ്. എല്ലാ മക്കളും ഒരുപോലെ അല്ല. സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, സാമ്പത്തികമായ വളർച്ചയിൽ വ്യത്യാസമുണ്ട്, അറിവിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ സ്വഭാവ പ്രത്യേകതകളും സൗന്ദര്യത്തിലും ഒക്കെ വ്യത്യാസം വരും. പക്ഷെ എല്ലാവരും നിങ്ങൾക്ക് ദൈവം തന്ന സമ്മാനങ്ങളും നിധികളുമാണ്. എല്ലാവരെയും ഒരുപോലെ തന്നെയൊക്കെ കാണാനും കരുതാനും സ്നേഹിക്കാനും പറ്റും. തിരിച്ച് വ്യത്യാസങ്ങളൊന്നും കാണിക്കരുത്. ചിലപ്പോൾ ഇങ്ങോട്ട് പെരുമാറുന്ന വിധത്തിൽ വ്യത്യാസം കണ്ടേക്കാം. ചില മക്കൾ വളരെ സ്നേഹത്തോടെ പെരുമാറും, ചില മക്കൾ അത്രയും നന്നായിട്ട് കരുതലോടെ മാതാപിതാക്കളോട് പെരുമാറാൻ കഴിയാത്തവർ കണ്ടേക്കാം. എങ്ങനെയാണെങ്കിലും നമുക്ക് അവരെല്ലാം മക്കളാണ്. അവരെ ഒരുപോലെ കണ്ട് സ്നേഹിക്കാനായിട്ട് എന്തുമാത്രം സാധിക്കുന്നുവോ അതായിരിക്കും നിങ്ങൾ ഒരുക്കുന്ന തണൽ. ആ തണലിൽ അവർ വളരും, അവരുടെ സ്വഭാവത്തിലും മാറ്റം വരും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക, കൊച്ചുമക്കൾക്ക് വേണ്ടി തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹമായി മാറുക. പ്രാർത്ഥനയുടെ സാന്നിധ്യങ്ങളായിട്ട് മാതാപിതാക്കളൊക്കെ മാറണം. ഞാൻ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മയെക്കുറിച്ച് പ്രത്യേകിച്ചും. അമ്മ ഒരു പ്രാർത്ഥനയുടെ സാന്നിധ്യമായിരുന്നു. പ്രാർത്ഥനയായി മാറിയ ഒരാളായിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന നല്ല സാന്നിധ്യങ്ങളായിട്ട് നിങ്ങളൊക്കെ മാറണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഈ കൊച്ചുമക്കളൊക്കെ പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടത്, പ്രചോദനം സ്വീകരിക്കേണ്ടത്. നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നതും കുടുംബ പ്രാർത്ഥന നടത്തുന്നതൊക്കെ കണ്ടിട്ടാണ് മക്കളും കൊച്ചുമക്കളും ഒക്കെ നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ ഇനിയൊക്കെ നമ്മൾ ഉപദേശങ്ങൾക്ക് വേണ്ടി അധികം സമയം ചെലവഴിച്ചാൽ അത് നടക്കില്ല. അധികം ഉപദേശിക്കാൻ പോകാതിരുന്നതിനുള്ള ഭേദം. ഉപദേശങ്ങളൊന്നും അധികം ഫലിക്കുകയില്ല, മാതൃകയാണ് ഈ ഫലിക്കുന്നത്. ഉപദേശങ്ങൾ പരമാവധി കുറയ്ക്കുക. നല്ല ജീവിത മാതൃകയിലൂടെ എല്ലാവർക്കും എല്ലാമായി ജീവിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിത പരിസരങ്ങളിലും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുക, വർത്തമാനകാലത്തിലേക്ക് നോക്കുക, മുൻപോട്ട് നോക്കുക എന്ന 3 ആശയങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചു. ഒപ്പം ചേർത്ത് പറയാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹ സാന്നിധ്യങ്ങളായി മാറണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, നാട്ടിലും നിങ്ങൾ ജീവിക്കുന്ന പരിസരങ്ങളിലും എല്ലാം നിങ്ങൾക്ക് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി എന്ന് ചിന്തിക്കരുത്. ദൈവം തന്നിരിക്കുന്ന അത്ര ആയുസ് പരമാവധി പൊതുസമൂഹത്തിന് വേണ്ടി കൂടി ജീവിക്കാനുള്ളതാണ്. നിങ്ങൾ അറിവുള്ളവരാണ്, കഴിവുള്ളവരാണ്, കാര്യപ്രാപ്തിയുള്ളവരാണ്, അനുഭവ സമ്പത്തുള്ളവരാണ്. നിങ്ങൾ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാൻ പറ്റണം. ആരോഗ്യമുള്ളവരൊക്കെ സമൂഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. ഇടവകയിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. വിൻസെന്റ് പോൾ തുടങ്ങിയ സഖ്യം, അതുപോലെ സാധുജന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള പല പല വേദികൾ നമുക്ക് ഇടവക തലത്തിൽ സഭ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കൾച്ചറൽ ഫോറംസ് ഒക്കെ ഉണ്ട്, രാഷ്ട്രീയ മേഖലകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ജീവിക്കുന്ന അത്രയും നാൾ, ആരോഗ്യമുള്ളിടത്തോളം നാള് പരമാവധി നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ധന്യമാക്കണം. അതും സ്വർഗത്തിന് വേണ്ടിയുള്ള സമ്പാദ്യങ്ങളാണെന്ന് ഓർക്കണം. നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം പോലും കളയരുത്. എപ്പോഴാണ് നമ്മളൊക്കെ കടന്നു പോകുന്നതെന്ന് അറിയത്തില്ലല്ലേ. ഏത് സമയത്തും നമ്മൾ കിടപ്പ് രോഗിയായി മാറാം. അതുകൊണ്ട് നടക്കാവുന്ന അത്രയും കാലം ഇനി വലിയ സമ്പാദ്യങ്ങൾ കൊണ്ടു വേണ്ടി പോകാതെ പരമാവധി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി, പങ്കുവയ്ക്കാൻ വേണ്ടി, അത് സമ്പത്താണേലും ആരോഗ്യമാണേലും കഴിവാണേലും അറിവാണേലും എന്താണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ് ഇത്. ഒന്നും ഇനി കൂട്ടിവെക്കാനും നേടാനുള്ള സമയമല്ല, എല്ലാം കൊടുക്കാനുള്ള സമയമാണ്. അങ്ങനെ കൊടുത്ത് 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 തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ തീരണം. അതായത് ശരി, എല്ലാം കൊടുത്തു തീരുമ്പോൾ നമുക്ക് ഈ സ്വർഗത്തിൽ നിന്നുള്ള, ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വിസ കിട്ടും കേട്ടോ. അപ്പൊ പാസ്പോർട്ട് എല്ലാം തയ്യാറാക്കിയിരുന്നാൽ മതി. എല്ലാം കൊടുത്തു കഴിയുമ്പോൾ വിസ അടിച്ച് കൈ കിട്ടും. അപ്പൊ നമുക്ക് ആ ഫ്ലൈറ്റിൽ നേരെ എത്താം. ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗ സമ്മാനം, ഏറ്റവും മഹത്വമേറിയ സമ്മാനം സ്വീകരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പരമാവധി കൊടുത്ത് കൊടുത്ത് നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായ ഒരു ബലിയായി അർപ്പിക്കുമ്പം അനുഗ്രഹീതമായി തീരും. അതിനെല്ലാം ഇടയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട
ജുബിലേറിയൻസ് ആയ ദമ്പതികളെ, നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ കുടുംബം 50 വർഷങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ പിന്നിടാൻ പറ്റിയത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗോൾഡൻ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും വളരെ സ്നേഹത്തോടു കൂടി മാതൃവേദിയോട് ചേർന്ന് രൂപത തലത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.